ഓക്കെ സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻ ഓഫ് സോളിഡ്സിലൊരു ക്വസ്റ്റ്യൻ. നമുക്ക് എക്സാമിന് ഇങ്ങനെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആയിരിക്കും ചോദിക്കുന്നത്. സോ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കോൺ ആണ്. കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 mm is centrally placed over a cube of side 50 mm. Draw its isometric drawing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സെയിം ആസ് ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കേണ്ട ഐസോമെട്രിക് വ്യൂ ആണ്. ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് വെച്ചാൽ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുക എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡയമെൻഷൻസ് എന്താണോ അതേ ഡയമെൻഷൻസിലായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. തന്നിട്ടുള്ളത് ഇവിടെ ഒരു ഈ ഡയഗ്രാം ഒന്നും ക്വസ്റ്റനിൽ തരില്ല. നമ്മൾ ക്വസ്റ്റൻ വായിച്ചതിന് മനസ്സിലാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂബ് ഉണ്ട്. ആ ക്യൂബിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 50 mm ആണ്. ഓരോ സൈഡും 50 ആണ്. ഈ ക്യൂബിന്റെ സൈഡ് 50 ആണ്. സോ 50 mm ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ് എല്ലാം സെയിം അല്ലേ ക്യൂബ് എന്ന് പറയുമ്പോൾ. ആ ക്യൂബില് ഒരു കോൺ, ആ കോണിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 30 mm ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 30 mm. ഈ കോണിന്റെ ഹൈറ്റ് തന്നിട്ടില്ല. സോ ഹൈറ്റ് നമുക്കൊരു എത്ര എടുക്കാം? കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 mm. ടേക്ക് ഹൈറ്റ് ഓഫ് ദി കോൺ ആസ് നമുക്ക് എത്ര എടുക്കാം? ഹൈറ്റ് ഓഫ് ദി കോൺ ആസ് ഒരു 60 എടുക്കാം. 60 mm എടുക്കാം. ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും, കുഴപ്പമില്ല. നമുക്ക് 60 അറേഞ്ച് പേജിൽ നിർത്താൻ പറ്റും മാക്സിമം. Okay, so a cone of base diameter 30 mm is centrally placed over a cube of sides 50 mm. Draw the isometric drawing. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് വെച്ചാൽ എന്താണ് വരയ്ക്കേണ്ടത്? ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അത് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല. സോ ലെറ്റ് us assume the height as 60 mm. ഈ കോണിന്റെ ഹൈറ്റ് നമുക്കൊരു 60 mm എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്? ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഈ ഡയഗ്രാം ക്വസ്റ്റനിൽ തരില്ല. നമ്മൾ തന്നെ ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റൂ. ഇതെങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എപ്പോഴും വരയ്ക്കേണ്ട ഏതാണ്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. സോ അത് ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്ക് ആദ്യം വരയ്ക്കാം. ഫസ്റ്റ് നമുക്കൊരു XY ലൈനൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് വരച്ച് നോക്കാം. എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം ഈ ഒരു കണ്ടീഷൻ്റെ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ ക്യൂബ് ആണുള്ളത്. ബേസിൽ എന്തായിരിക്കും? ക്യൂബ് ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ബേസിൽ ആ ഫസ്റ്റ് ഏറ്റവും താഴെ ഒരു ക്യൂബ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഈ ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാണാൻ പറ്റും. ഈ ഒരു സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ XYയിൽ നമ്മുടെ ടോപ്പ് വ്യൂ എന്തായിരിക്കും? ടോപ്പ് വ്യൂ വിൽ ബി ദിസ് പെർട്ടിക്കുലർ സ്ക്വയർ. സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 50 mm ഉള്ള ഒരു സ്ക്വയർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ 50 mm നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വി ക്യാൻ ഡ്രോ ദ സ്ക്വയർ. 50 mm മാർക്ക് ചെയ്ത് നമുക്ക് സ്ക്വയർ വരയ്ക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം വരയ്ക്കുന്ന സ്ക്വയർ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് സ്ക്വയറിന് ക്ലോസ് ചെയ്യാം. സ്കെയില് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയറിന് ഇത് രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചേക്കുക. 50 mm 50 mm. ഓക്കെ, നമുക്ക് കൈയോടെ ഇവിടെ തന്നെ നമുക്ക് ഡയമെൻഷൻ കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതിലിനി ഒരു എക്സ്ട്രാ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട. ഇവിടെ തന്നെ നമുക്ക് ഡയമെൻഷനും കൂടെ ഒന്ന് ചെയ്യാം. 2H പെൻസിൽ വെച്ചിട്ട് H പെൻസിൽ വെച്ച് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയർ നമുക്ക് ഇവിടെ ഡയമെൻഷൻ ചെയ്യാം. ആരോ ഹെഡൊക്കെ നിങ്ങൾ ഇട്ടോളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ആരോ ഹെഡിൻ്റെ നീറ്റ്നെസ് ഒന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. ഓക്കെ, സോ ഇത് ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. 50 സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ എന്നിടാം. സ്ക്വയർ 50 എന്നിടാം. ഇറ്റ്സ് എ സ്ക്വയർ. പിന്നെ അടുത്ത് എന്ത് ചെയ്യാമെന്ന് നോക്കുകയാണ്. അടുത്ത് നമ്മൾ ടോപ്പിൽ വേറെ എന്താ കാണാൻ പറ്റും? ഇവിടെ ഒരു സർക്കിൾ കാണാൻ പറ്റില്ല. ഇതാ ഇവിടെ ഒരു സർക്കിൾ. ഈ കോണിന്റെ ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടോപ്പിൽ കാണാൻ പറ്റും. ഈ കോണിന്റെ ബേസ് എന്താണ്? ഒരു സർക്കിളാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? എക്സാക്ട്ലി ഇതിന്റെ സെന്ററിലാണ്. ഈ ഒരു ക്യൂബിന്റെ സെന്ററിലാണ് ഈ കോൺ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ, ടോപ്പ് വ്യൂ മുകളിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായിരിക്കും? ഇവിടെ ഒരു സർക്കിൾ കാണാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു സ്ക്വയറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സർക്കിൾ ഇപ്പോൾ എവിടെയാണ്? എക്സാക്റ്റ് ആയിട്ട് ഈ സ്ക്വയറിന്റെ സെന്ററിലാണ് ഇപ്പോൾ ആ സർക്കിൾ. അപ്പോൾ സ്ക്വയറിന്റെ സെന്റർ നമുക്ക് എങ്ങനെ എടുക്കാം? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സ്ക്വയറിന്റെ സെന്റർ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്താൽ മതി.
നമുക്ക് മാത്രം ചെയ്താൽ മതി. ഓപ്പോസിറ്റ് കോർണേഴ്സും ജോയിൻ ചെയ്യാം സ്ക്വയറിൻ്റെ സെൻറ്ററിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ജോയിൻ ദ ഓപ്പോസിറ്റ് കോർണേഴ്സ്. ഓപ്പോസിറ്റ് കോർണേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യുക. വിൽ ഗെറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. ഈ ഓപ്പോസിറ്റ് കോർണേഴ്സ് മാത്രം ഞാൻ ജോയിൻ ചെയ്യുന്നു. ഇതെനിക്ക് എന്ത് ചെയ്താൽ മതി? 2H പെൻസിലിൽ ജോയിൻ ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് 2H പെൻസിലിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്കിത് ജസ്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. പിന്നെ അങ്ങോട്ടും കൂടെ ഈ 2 കോർണറും കൂടെ, ബാക്കിയുള്ള 2 കോർണറും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. സോ ഈ 2 കോർണറും കൂടെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ഓപ്പോസിറ്റ് കോർണർ. ആംഗിളൊന്നും നോക്കണ്ട, സ്കെയിലുള്ള ആംഗിളൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് കോർണേഴ്സിന് ജോയിൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഓപ്പോസിറ്റ് കോർണേഴ്സിന് ഞാൻ ജോയിൻ ചെയ്യും. അപ്പം എനിക്കിപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു പോയിന്റ് സെൻറ്റർ ആക്കി വെച്ചിട്ട് എന്തുണ്ടായിരിക്കും? എനിക്കൊരു സർക്കിൾ ഉണ്ടായിരിക്കും. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? ദാറ്റ് ഇസ് ആക്ച്വലി ദ ബേസ് ഡയമീറ്റർ ഓഫ് ദി കോൺ. ഈ കോണിൻ്റെ ബേസ് ഡയമീറ്റർ ആയിരിക്കും ആ നടുക്കുള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ. ഓക്കെ, ആദ്യം ഓർത്തോഗ്രാഫിക്ക് വരയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലിയർ ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് സെൻറ്റർ ആക്കി വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. സോ ഇതൊരു സെൻറ്റർ ആക്കി വെച്ചിട്ട് വി ക്യാൻ ഡ്രോ സർക്കിൾ. ഇത് സെൻറ്റർ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇങ്ങനെ ഓക്കെ, ഒരു സർക്കിൾ നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റി. എക്സാക്ട്ലി സർക്കിളിൻ്റെ സെൻറ്റർ ഇസ് ദിസ് പോയിന്റ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഇതെന്താണ്? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 30 mm. ജസ്റ്റ് ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ കൂടെ വലുതാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 50ഉം ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ ഡയഗണൽസ് ഉണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. സോ 5 30, സർക്കിളിൻ്റെ ഡയമീറ്റർ 30 mm. ഞാനിപ്പോൾ അതിന് ജസ്റ്റ് ഒരു നെയിം കൊടുക്കുകയാണ്. I'll give the name as ABCD. ടോപ്പ് ഫേസും കൂടെ ഉണ്ടേ, ഇതല്ലേ. താഴെ എന്താണ്? താഴെ നമുക്ക് PQRS എന്ന് കൊടുക്കാം. താഴെ PQRS എന്ന് കൊടുക്കാം. മുകളിൽ ABCD എന്ന് കൊടുക്കാം. PQRS. ഇപ്പോൾ ബോട്ടം ഫേസ് താഴെയുള്ള PQRS ഹിഡനായിരിക്കും, മുകളിലുള്ള ABCD. ഇവിടെ WX എന്നൊക്കെ ഉണ്ട്, ഞാൻ ABCD എന്ന് കൊടുക്കും, നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന പോലെ. ബോട്ടം ഫേസ് ഇവിടെ എന്തായിരിക്കും? ഹിഡൻ ആയിരിക്കും. ടോപ്പ് ഫേസ് വിൽ ബി വിസിബിൾ. PQRS ഹിഡൻ ആയിരിക്കും, മുകളിലുള്ളത് വിസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫ്രണ്ട് വ്യൂവിൽ എന്തായിരിക്കും കാണുന്നത്? ഇത് ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ടാണ് വരയ്ക്കാൻ പോകുന്നത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? ഈ ഒരു സ്ക്വയർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയറിൻ്റെ പുറത്ത് ഒരു ട്രയാങ്കിൾ വെച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റും. ഇവിടെ ഒരു സ്ക്വയർ കാണാം, ആ സ്ക്വയറിൻ്റെ പുറത്ത് ട്രയാങ്കിൾ വെച്ചിരിക്കുന്ന പോലെ കാണാൻ പറ്റും. അതാണ് ഫ്രണ്ട് വ്യൂ, ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അത് XY ലൈനിൻ്റെ മുകളിലായിട്ട് എഴുതാൻ പറ്റും. സോ ദാറ്റ് മേ ബി റിട്ടൺ അബോവ് XY ലൈൻ. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കാം, പ്രൊജക്ഷൻ ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓർത്തോഗ്രാഫിക്ക് വരയ്ക്കുന്നത്. ഇത് ഓർത്തോഗ്രാഫിക്ക് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഐസോമെട്രിക്ക് വരയ്ക്കാൻ പറ്റും. കാരണം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇത് കിട്ടണം. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പേപ്പറിൽ നിന്ന് നമുക്കിത് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്താ എഴുതാം? ഇവിടെ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 2 പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ദാറ്റ് പോയിന്റ്സ് വിൽ ബി ഏതൊക്കെയാണ്? ബേസ് ആണ് P', അതേപോലെ P'-ന്റെ പുറകിൽ S'. ഇവിടെ എന്തുണ്ട്? Q', പുറകിൽ R'. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിൻ്റെ ഹൈറ്റ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? സോ ഒരു ക്യൂബാണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് വിൽ ബി അഗെയിൻ താഴെ എത്ര ഉണ്ടായിരുന്നു അത് തന്നെയാണ് മുകളിലും. 50. താഴെ 50 ആണെങ്കിൽ മുകളിലും ഇറ്റ് വിൽ ബി 50. താഴെ 50 ആണെങ്കിൽ മുകളിലും 50 തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വിൽ ബി 50. താഴെ എന്തുണ്ടോ അത് തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ ക്യൂബ് അല്ലേ, ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ കോൺ വരയ്ക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്. കോൺ അറിയാം, സിലിണ്ടർ അറിയാം. ഓക്കെ, അപ്പോൾ കോണും സിലിണ്ടറും ഒക്കെ പഠിച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് 50 നമുക്കിപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊന്ന് ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ഇതിനൊന്ന് നമുക്കിപ്പോൾ ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ഈ ബേസിന് എന്ത് ചെയ്താൽ മതി? ഡാർക്കൻ ചെയ്താൽ മതി. ഇവിടെ ബേസ് ഒന്ന് ഡാർക്കൻ ചെയ്യണം. ഓക്കെ, ഇത്ര നമുക്ക് കാണാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക്. ഇത്രയും മാത്രമല്ല നമുക്കുള്ളത്. നമുക്കിനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്തുണ്ട്? ഇതിൻ്റെ എക്സാക്റ്റ് മിഡിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണത്? അതാണ് നമ്മുടെ കോൺ.
ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എന്തും കാണാൻ പറ്റും. ഈ ഒരു ഇത് കാണാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ സ്ക്വയർ കാണാൻ പറ്റും. 50 ഉള്ള ഈ ഒരു സ്ക്വയർ കാണാൻ പറ്റും. ഈ ഹൈറ്റ് 50 ഹൈറ്റ് ഉള്ള ഈ ഒരു സ്ക്വയറും കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ എവിടെ ആയിരിക്കും കാണുന്നത്? ഇതിന് മുകളിലായിട്ടായിരിക്കും. ഈ ഒരു സ്ക്വയറിൻ്റെ മുകളിലായിട്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാം? സെൻട്രലി പ്ലേസ്ഡ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ സെൻട്രലി പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എടുക്കേണ്ടത്. കുറച്ച് ഞാൻ താഴോട്ട് കൊണ്ടുവരാം, സ്പേസ് ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, സെൻട്രലി പ്ലേസ്ഡ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് എവിടെ ആയിരിക്കും? കറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് സ്കെയിൽ നമുക്കൊന്ന് വെർട്ടിക്കലായിട്ട് വെക്കാം. വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് ആ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് വരയ്ക്കാം. മിഡ് പോയിന്റിൽ നിന്ന് കറക്റ്റ് ഈ മിഡ് പോയിന്റ് സെൻട്രലി പ്ലേസ് എന്നാണ് പറയുന്നത്. ഈ ഡയമെൻഷൻ കൂടെ ഒന്ന് ചെയ്തേക്കാം. ഇത് എത്രയാണ്? ദിസ് ഇസ് ഓൾസോ 50. ദിസ് ഇസ് ഓൾസോ 50. ഹൈറ്റും എത്ര തന്നെയാണ്? 50 തന്നെയാണ്. കാരണം ഇതൊരു ക്യൂബാണ്. സോ ഈ ഹൈറ്റും വിൽ ഓൾസോ ബി 50. ഇതും 50 തന്നെ ആയിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. സിൻസ് ഇറ്റ് ഇസ് എ ക്യൂബ്, ഇതൊരു ക്യൂബ് ആയതുകൊണ്ട് ഈ ഹൈറ്റും 50 ആയിരിക്കും. ഓക്കെ, സോ ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇവിടെ നിന്നും വി ക്യാൻ ഡ്രോ സെൻറ്റർ ലൈൻ. ഒരു സെൻറ്റർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഈ സെൻറ്റർ ലൈൻ ഇവിടെ വന്ന് മീറ്റ് ആവും. ഈ ഒരു പോയിന്റ് മീറ്റ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വരയ്ക്കാം? ഇവിടെ നിന്ന് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. ഈ രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. അതേപോലെ ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. ഈ സർക്കിൾ ഇപ്പോൾ നമ്മൾ ഒരുപാടായിട്ടും ഡിവൈഡ് ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം, അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്തേക്കാം. ഈ സർക്കിളിൽ ഈ ഒരു സെൻറ്റർ എന്നൊരു ഹൊറിസോണ്ടൽ ലൈൻ ഒന്ന് വരച്ച് വെച്ചേക്കാം. കാരണം ഈ നമുക്ക് എൻഡ് ജനറേറ്റേഴ്സ് മാത്രമല്ല ഉള്ളതുകൊണ്ട് ഈ സെൻറ്ററിൽ നിന്നും ഈ രണ്ട് എൻഡ് വരെ ഉള്ള ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്ന് വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് ഈ പോയിന്റ്സ് കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് ആ പോയിന്റ് കിട്ടും. ഈ പോയിന്റും കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഹൈറ്റ് നോക്കിയാൽ മതി. കോണിൻ്റെ ഹൈറ്റ്, ഈ ഒരു പോയിന്റിൽ നിന്നും കോണിൻ്റെ ഹൈറ്റ് നോക്കണം. എത്രയാണ്? 60 mm അല്ലേ ഹൈറ്റ് ഓഫ് ദി കോൺ. ഇവിടെ നിന്ന് നമുക്ക് 60 mm ഹൈറ്റ്, കോണിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാം. ഓക്കെ, സോ 60 mm ആണ് ഹൈറ്റ് ഓഫ് ദി കോൺ. നമുക്ക് 60 മെഷർ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ആക്സസ് വരയ്ക്കാം. ഇവിടെ നിന്ന് 60 മെഷർ ചെയ്യാം. അത് ഓർത്ത് വെച്ചേക്കുക. ഈ പോയിന്റ് നമുക്ക് ഇതാണ് 60 എന്നുള്ള പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റ്, ലെറ്റ് ദിസ് ബി പോയിന്റ് O. ഈ ഹൈറ്റ് നമുക്ക് 60. ഓക്കെ, ഇതാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ആദ്യം ഇത് നിങ്ങൾ അറിഞ്ഞാൽ മാത്രം, ഇതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? ക്വസ്റ്റ്യൻ വായിച്ച് എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതൊന്ന് ഓർത്തേക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വി ക്യാൻ ജോയിൻ ദീസ് 2 പോയിന്റ്സ്. ഓയിൽ നിന്നും ഈ പോയിന്റ് വരെ, O എന്നുള്ള അപെക്സ് നിന്ന് ഈ പോയിന്റ് വരെ നമുക്ക് ജോയിൻ ചെയ്യാം. അപെക്സിൽ നിന്നും ഈ പോയിന്റ് വരെ നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ ഓയിൽ നിന്നും ഈ പോയിന്റ് വരെ. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡയഗ്രാം. നമുക്ക് നമ്മുടെ ക്യൂബ് ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. നമ്മുടെ ക്യൂബിന്റെ പുറത്ത് കോൺ പ്ലേസ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ക്യൂബിന്റെ പുറത്ത് ഒരു കോൺ പ്ലേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വ്യൂ കിട്ടുന്നത്, അതിൻ്റെ ഓർത്തോഗ്രാഫിക് വ്യൂ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്ക്. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നോക്കിയാൽ മതി, നിങ്ങളത് നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെ ആയിരിക്കും കാണാൻ പറ്റുന്ന അതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഐസോമെട്രിക് വ്യൂ ആണ്. ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഐസോമെട്രിക് വ്യൂവിലോട്ട് പോവാം. ഐസോമെട്രിക് വ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഒറിജിനൽ ഡയമെൻഷൻ വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒറിജിനൽ ഡയമെൻഷൻസ് വിൽ ബി യൂസ്ഡ്. ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ നമ്മൾ ഒറിജിനൽ ഡയമെൻഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്ങിലോട്ട് പോവാണ്. ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്ന എന്താണ്? ഇത് ഒരു ക്യൂബാണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഐസോമെട്രിക് ഡ്രോയിങ്ങിലോട്ട് പോവാണ്. സ്കെയിൽ എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാണ്. പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഈ ക്യൂബ് വരയ്ക്കണം.
നമുക്ക് ഏറ്റവും ബേസിലുള്ളത് ക്യൂബാണ്. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഈ ക്യൂബാണ് ആദ്യം വരയ്ക്കേണ്ട. പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു റെഫറൻസ് ലൈൻ വെച്ചേക്കുക. എന്നിട്ട് നമുക്കിത് ഇതിന് നമ്മുടെ പോയിന്റ് ആയിട്ട് വയ്ക്കാം. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് പ്ലേസ് ചെയ്യാം. അറ്റ് ദാറ്റ് പോയിന്റ് ബി പോയിന്റ് എ നമുക്ക് എടുക്കാം. ഇവിടെ പോയിന്റ് എ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. എ വേണ്ട, എയുടെ അടിയിലുള്ളത് പി, പോയിന്റ് പി നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. ക്യാപിറ്റൽ പി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യും? ഈ പി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കും. പ്രൊട്രാക്റ്റിൽ 30 ഡിഗ്രി മെഷർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ പി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് വീൽ ഡ്രോ 30 ഡിഗ്രി ലൈൻസ്. പിയിൽ വെച്ചിട്ട് വീൽ ഡ്രോ 30 ഡിഗ്രി ലൈൻസ്. 30 ഡിഗ്രി ലൈൻ വരയ്ക്കും. അതേപോലെ അങ്ങോട്ടും 30 ഡിഗ്രിയാണ്. ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ട് സൈഡിലോട്ടും 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കാം നമുക്ക്. രണ്ട് സൈഡിലോട്ടും 30 ഡിഗ്രി ലൈൻസ്. ഓക്കെ, സോ 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കാം. അത് 30 ഡിഗ്രി എന്നിവിടെ മാർക്ക് ചെയ്യണം. 30 ഡിഗ്രി ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 30 ഡിഗ്രി. നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ബോക്സ് ആണ്, ബേസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡ് എത്രയാണ്? എല്ലാ സൈഡും 50 അല്ലേ? എല്ലാ സൈഡും 50 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോമ്പസ് എടുത്താൽ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് 50 എന്നുള്ളൊരു ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. 50 എന്നൊരു ലെങ്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. എല്ലായിടത്തും മെഷർ ചെയ്ത് സെയിം ലെങ്ത് 50 എന്ന് പറയുന്ന ലെങ്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 50. അതേപോലെ ഇവിടെ നമുക്ക് 50 ഇത് മാർക്ക് ചെയ്യാം. സോ ഇത്രയും ദൂരം നമുക്ക് 50 എന്ന് മാർക്ക് ചെയ്യാം. ഇത്രയും നമുക്ക് ബേസ് നമുക്ക് ഡാർക്കൻ ചെയ്യാം. അല്ലെങ്കിൽ ഡാർക്ക് നമുക്ക് അവസാനം ചെയ്യാം. ഏറ്റവും അവസാനം ഡാർക്കൻ ചെയ്യുന്നു. ഇപ്പം നമുക്ക് 2H പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കാം. 50 വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതേപോലെ ഇവിടെയും അതേപോലെ 2H പെൻസിൽ വെച്ച് വരയ്ക്കാം. 50 ഡിസ്റ്റൻസ് എടുക്കാം നമുക്ക്. 50 എന്ന് വെച്ചാൽ ഈ രണ്ട് പോയിന്റിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് പാരലായിട്ട് ഈ പോയിന്റ് വെച്ച് വരയ്ക്കാം. നമുക്ക് ആദ്യം പോയിന്റും കൂടെ അങ്ങ് നെയിം ചെയ്യാം. പിന്നെ ഒരു കൺഫ്യൂഷൻ കാണില്ല. ഇവിടെ പി ഇതെന്താണ്? പിയുടെ ഇപ്പുറത്തായിട്ട് വരുന്ന എസ് ആണ്. ഇത് പിയുടെ ഇപ്പുറത്തായിട്ട് വരുന്ന എസും ഇത് പിയുടെ ഈ സൈഡ് വരുന്ന ക്യൂ ആണ്. ഇവിടെ ക്യൂ ആയി പിയുടെ ഇപ്പുറത്തായിട്ട് വരുന്ന എസും പിയുടെ ഈ സൈഡ് വന്ന ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് ഏതെന്ന് വെച്ചാൽ 6 ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന പോയിന്റ്. 6 ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന പോയിന്റ്. അപ്പോൾ പിയിൽ നിന്ന് 50 എടുത്ത ആർക്ക്, ക്യൂവിൽ നിന്ന് 50 എടുത്ത ആർക്ക്, അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ 6 കിട്ടും. സോ അതിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിന് പാരലായിട്ടായിരിക്കും എസ് എന്നുള്ള ഈ ഒരു പോയിന്റ്, ഇതിന് പാരലായിട്ടായിരിക്കും ഈ ലൈൻ. അതേപോലെ പി എസ് എന്ന് പറയുന്നല്ലോ, ഈ ലൈനിന് പാരലായിട്ടായിരിക്കും മറ്റേ ലൈൻ. അപ്പോൾ നമുക്കത് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. മറ്റൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ പി എന്നൊരു പോയിന്റ് വരച്ചാൽ ദാറ്റ് വിൽ മീറ്റ് അറ്റ് ഈ ആർ എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. രണ്ടും ഒറ്റ സ്ട്രേറ്റ് ലൈനിലായിരിക്കും ഇരിക്കുന്നത്. ക്യൂബിന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ക്യൂബിന് മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടീഷൻ. ഓർത്ത് വെച്ചേക്കുക, ക്യൂബിന് മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടീഷൻ. നമ്മളിപ്പോൾ ഐസോമെട്രിക് ആണ്. അപ്പോൾ ഒറിജിനൽ ഡയമെൻഷൻസ് 50 എന്ന് പറഞ്ഞ ഒറിജിനൽ ഡയമെൻഷൻ എടുത്താണ് വരച്ചത്. ഐസോമെട്രിക് വ്യൂ ആണ്. ഓക്കെ, നമുക്കിനി അത് വരയ്ക്കാം. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നൗ എസ് പി ആൻഡ് പി ക്യൂ വിൽ ബി പാരലൽ. നമ്മൾ 30 ഡിഗ്രി ലൈൻ ഇവിടെ വെച്ചല്ലോ, നോക്കിയാൽ മതി. പി എസ് പിയും പി ക്യൂവും ഇപ്പോൾ പാരലായി. സോ ലൈക്ക് വൈസ് അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കിയാൽ മതി. അപ്പോൾ ദിസ് വിൽ ബി അവർ ലൈൻ. ഈ ഒരു ലൈൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ നോർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് ക്യൂ എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കും. ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. അത് മാത്രം ഓർത്ത് വെച്ചേക്കുക. ക്യൂബ് ആണെങ്കിൽ, ബേസ് സ്ക്വയർ ആണെങ്കിൽ പിയും ആറും ഈ ഡയഗണൽ പോയിന്റ്സ് എപ്പോഴും എന്തായിരിക്കും? സെയിം ലൈനിലായിരിക്കും. നിങ്ങൾ സ്കെയിൽ വെക്കുമ്പം ഈ ഡയഗണൽ പോയിന്റ്സ് എസും ക്യൂവും നോക്കിയാൽ സെയിം ലൈനിലായിരിക്കും. സ്ക്വയർ ആണെങ്കിൽ, ബേസ് സ്ക്വയർ ആണെങ്കിൽ എസും ക്യൂവും സെയിം ലൈനായിരിക്കും. അതേപോലെ പിയും ആറും സെയിം ലൈനിലായിരിക്കും ഡയഗണൽസ് ആകുമ്പോൾ. നോക്കിക്കൊള്ളാം ഒരു കാര്യം. നമ്മൾ ഐസോമെട്രിക്കൽ വരയ്ക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യാനുള്ളത്? നമ്മളിതിൻ്റെ സൈഡ് രണ്ടും വരച്ചു. ഇത് 50ക്കാണ് വരച്ച 50, ഇതും 50, ഇതെല്ലാം 50 അല്ലേ? എല്ലാ സൈഡും നമ്മൾ 50 mm വരച്ചത്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും 50 ആണ്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? ഇവിടെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഈ പ്രൊജക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കളയാം. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രി സ്കെയിൽ വെച്ചിട്ട് എല്ലാ പോയിന്റ്സിൽ നിന്നും ഇപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് വരയ്ക്കാം. ആദ്യം 2H പെൻസിലിൽ തന്നെ വരയ്ക്കാം. എല്ലാ പോയിന്റ്സിൽ നിന്നും നമ്മൾ 50 mm മാർക്ക് ചെയ്യണേ. 50 mm മാർക്ക് ചെയ്യാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 50 mm മാർക്ക് ചെയ്ത് ഞാനിപ്പോൾ എല്ലാ പോയിന്റിൽ നിന്നും വരച്ചു. എല്ലാ പോയിന്റിൽ നിന്നും നമ്മൾ 50 mm മാർക്ക് ചെയ്ത് വരച്ചേ. 50 mm മെഷർ ചെയ്യണം. നിങ്ങളുടെ ചുമ്മാ വരയ്ക്കേണ്ട, നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്കെയിലിൽ എക്സാക്ട് 50 mm ഈ ഹൈറ്റാണ്, അതാണ് വരയ്ക്കേണ്ടത്. 50 mm മെഷർ ചെയ്ത് വരച്ചാൽ മതി. എല്ലാ പോയിന്റിൽ നിന്നും 50 mm മെഷർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ക്യൂബ് കിട്ടുന്നത്. നമുക്കിവിടെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ ഉള്ള എസിന് നേരെ മുകളിൽ എന്തായിരിക്കും? എസിന് നേരെ മുകളിലുള്ള പോയിന്റ് ഏതാണ്? എസ് താഴെയും ഡി മുകളിലും അല്ലേ? അപ്പോൾ എസിന് നേരെ മുകളിലുള്ള പോയിന്റ് ഡി ആയിരിക്കും. അതേപോലെ പി നോക്കിയാൽ മതി. പിക്ക് നേരെ മുകളിലുള്ള പോയിന്റ്, അത് രണ്ടും ഇവിടെയാണ് ഇന്റർസെക്ട് ആകുന്നത്. ആറിൽ പി എന്ന് വരയ്ക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇന്റർസെക്ട് ചെയ്യും. സി ആണ് ആ ഒരു പോയിന്റ്. അപ്പോൾ ആ പോയിന്റ് മാറും. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യും, ഇത്രേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ക്യൂവിന് നേരെ മുകളിലുള്ള പോയിന്റ് ഏതാണ്? നോക്കിയാൽ മതി. ക്യൂ താഴെയും ബി മുകളിലും. ക്യൂവിന് നേരെ മുകളിലുള്ളത് ബി. അതേപോലെ അടുത്ത പോയിന്റ് ഏതാണ്? ആറാണ്. ആറിന് നേരെ മുകളിലുള്ളത് സി. ആറിന് നേരെ മുകളിലുള്ള ഏതാണ്? ആറിന് നേരെ മുകളിലുള്ള സി ആണ്. ഇത് സി അല്ല, പിക്ക് നേരെ മുകളിലുള്ളത് എ ആണ് കേട്ടോ. സോറി, ഇതേത് പോയിന്റ് ആണ്? ഇത് പിയുടെ നേരെ മുകളിൽ, പിക്ക് നേരെ മുകളിലുള്ള, പി നേരെ മുകളിലുള്ള ഈ പോയിന്റ് ബി പോയിന്റ് എ. അപ്പോൾ അത്ര ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇത്രയൊന്ന് ജോയിൻ ചെയ്യാം. എ ബി സി ഡി നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഇതും 2H പെൻസിൽ ജോയിൻ ചെയ്താൽ മതി, പെട്ടെന്ന് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയാൽ മതി. ഇതിന് പാരലായിരിക്കും ആ ലൈൻസ് ഒക്കെ. ഈ ബേസ് ഉണ്ടല്ലോ, ഇതിന് പാരലായിരിക്കും ഈ ലൈൻസ്. നോക്കിയാൽ മതി, ബേസിന് പാരലായിട്ടായിരിക്കും നമുക്ക് ആ ലൈൻസ് ജോയിൻ ചെയ്യാൻ കിട്ടുന്നത്. 2H പെൻസിൽ വെച്ച് ജോയിൻ ചെയ്താൽ മതി. പെൻസിൽ വെച്ച് ജോയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ഇവിടുത്തെ ഈ ഒരു ബേസ്, ഇതിന് നേരെ നമുക്കിത് കിട്ടും. എ ബി. നെക്സ്റ്റ് അതേപോലെ ഇവിടെയും അതിന് നേരെ ആയിരിക്കും കിട്ടുന്നത് ഡി സി, അതേപോലെ ബി സി. ഇങ്ങോട്ട് 30 വെച്ചിട്ട് നമുക്കതിനെ ജോയിൻ ചെയ്യാം. ഇത് 30, ഇതിന് പാരലായിട്ടായിരിക്കും ഇത്, ഇതിന് പാരലായിട്ടായിരിക്കും ഈ ഒരു ലൈൻ സി. ഓക്കെ, സോ ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ ഒരു ക്യൂബ് കിട്ടും. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, ഈ ക്യൂബിന്റെ പുറത്താണ് ഈ ഒരു സർക്കിൾ ഉള്ളത്. നോക്കിയാൽ മതി, ഈ ക്യൂബിന്റെ പുറത്തായിരിക്കും ഈ ഒരു സർക്കിൾ ഉള്ളത്. ക്യൂബിന്റെ ഹൈറ്റ് എത്രയാണ് നമ്മൾ വരച്ചത്? ഇതെല്ലാം 50 ആയിരുന്നു. എല്ലാം 50 ആയിരുന്നു. എല്ലാ ഹൈറ്റും 50 ആയിരുന്നു. ഇത് 50 ആയിരുന്നു. ലൈക്ക് വൈസ് എല്ലാ ഹൈറ്റും 50 ആയിരുന്നു. എല്ലാം ഒരേ ഹൈറ്റ് അല്ലേ? ഈ ഒരു ഹൈറ്റ്. അപ്പൊ ഇനി ഇതിന്റെ കറക്റ്റായിട്ട് ഇതിന്റെ സെൻട്രലായിട്ട് എന്ത് വരും? ഈ ഒരു കോൺ വരും. ഈ ഒരു കോൺ വരും. അപ്പൊ കോൺ എവിടെ ആയിരിക്കും? ഈ ഒരു ക്യൂബിന്റെ മുകളിൽ ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഒരു സർക്കിൾ വരുന്നത്. ഇങ്ങനത്തെ സർക്കിൾ വന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു കോൺ കിട്ടും. ആ സർക്കിളിന്റെ പുറത്ത് കോൺ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ആയിരിക്കും ആ കോണ് നമുക്ക് എക്സാക്ട് പ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു സർക്കിൾ, ഈ ഒരു ക്യൂബിന്റെ പുറത്തായിട്ട് കോൺ. ഇതെങ്ങനെയായിരിക്കും നമുക്ക് വ്യൂ കിട്ടും? ഓക്കെ, ഒന്ന് ക്ലിയർ ആയിട്ട് വരച്ച് നോക്കുക. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റനിൽ എക്സാമിന് ചോദിക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഇതൊന്ന് തുടങ്ങുമ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ തറവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. കാരണം ഇത് വളരെ ഈസി ആയിട്ടൊരു ഇമേജാണ്. നമ്മളെപ്പോഴും സർക്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യും? ഫോഴ്സിന്റെ മെത്തേഡിന് വേണ്ടി നമ്മൾ ഈ സർക്കിളിനെ എപ്പോഴും ഒരു എന്തിൽ ക്ലോസ് ചെയ്യുമ്പോൾ, എൻക്ലോസ് ചെയ്യുമ്പോൾ ഒരു സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യും. ഇപ്പോൾ സർക്കിളിൽ നമുക്കൊരു ഒരു സ്ക്വയറിൽ എൻക്ലോസ് ചെയ്യാം. ഇതാ ഇങ്ങനെ നമുക്കൊരു സ്ക്വയറിന്, ഈ സ്ക്വയറിനുള്ളിൽ ഈ സർക്കിളിനെ എൻക്ലോസ് ചെയ്യാം. ആ സ്ക്വയറിന്റെ സൈസ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു വാട്ട്? ഈ സർക്കിളിന്റെ ഡയമീറ്റർ എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സ്ക്വയറിന്റെ സൈസ്. നമ്മൾ കണ്ടതാണ്, കോൺ വരയ്ക്കാൻ നമ്മൾ പഠിച്ചതാണ്. സോ കോൺ വരയ്ക്കാൻ നമ്മൾ പഠിച്ചതാണ്. കോൺ വരയ്ക്കാൻ അറിയാത്തവർ അത് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്വയറിൻ്റെ അകത്ത് സ്ക്വയറിന് നമുക്ക് പേര് കൊടുക്കാം. 1 2 3 4. അപ്പൊ ഈ സ്ക്വയറിന്റെ സൈസ് എത്രയാണ്? ഈ സ്ക്വയറിന്റെ സൈസ് വിൽ ബി 30. എല്ലാ സൈഡും വിൽ ബി 30. ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഡയമീറ്റർ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക.
നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമുക്ക് സ്ക്വയർ മാർക്ക് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡയഗണൽസ് വരച്ചാൽ മതി. ജസ്റ്റ് ജോയിൻ ദീസ് ടു തിങ്സ്. ഡി ബിയും നമുക്ക് ഈ ഡയഗണൽസ് മാർക്ക് ചെയ്യാം. രണ്ടും ഒരേ ലൈനിലായിരിക്കും, നമുക്കറിയാം. രണ്ടും ഒരേ ലൈനിലായിരിക്കും ഈ ഡയഗണലിൽ രണ്ടും. സോ അത് രണ്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ജോയിൻ ഡി ബി ജോയിൻ ചെയ്യുക. സിമിലർലി നമ്മുടെ സി മാറും ഒന്ന് ജോയിൻ ചെയ്യുക. സി ആറും അല്ല, സി എയും. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ മതി. സിയും എയും ഒന്ന് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഇവിടെ നമുക്ക് ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ഈ ഒരു മിഡ് പോയിന്റ് നമുക്ക് കിട്ടും. ഇവിടെ ആയിരിക്കും എന്തുള്ളത്, ആ സർക്കിൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ നമുക്ക് സ്ക്വയർ ഒന്ന് വരയ്ക്കാൻ പറ്റും. ആ സ്ക്വയർ എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന്, നമുക്കിത് ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഈ ഒരു കോർണർ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഈ ഒരു കോർണർ നമുക്കിവിടെ ഫിക്സ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതാ ഈ ഡയഗണൽസ്, സ്ക്വയറിൻ്റെ ഡയഗണൽ ഉണ്ടല്ലോ, ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ഇതാ, ഈ ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ നമുക്കിവിടെ ഫിക്സ് ചെയ്യാം. ഈ ഒരു ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യാനുണ്ട്. ഈ രണ്ട് ഡയഗണലുണ്ടല്ലോ, ഈ സ്ക്വയർ 30 mm സ്ക്വയറിൻ്റെ രണ്ട് ഡയഗണൽ നമുക്കിവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാം. ഇത് സെൻറ്റർ പോയിന്റ്, ഇതൊരു ഡയഗണൽ. ഡിയുടെ നേരെ വരുന്ന ഡയഗണൽ ഏതാണ്? ഡിയുടെ നേരെ വരുന്നത് ഈ പോയിന്റ് നമുക്ക് 4 എന്ന് കൊടുക്കാം. ഡിയുടെ നേരെ വരുന്ന പോയിന്റ് 4ഉം ഈ പോയിന്റ്. അതേപോലെ ഇവിടെ ബിയുടെ നേരെ വരുന്നത് എന്താണ്? 2. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. ഈ ഒരു സ്ക്വയർ നമുക്ക് ഇവിടെ ഇതിൽ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡയഗണലിൽ മെഷർ ചെയ്താൽ മതി. ഈ ഡയഗണൽസ് കോമ്പസ് വെച്ച് മെഷർ ചെയ്യുക. കോമ്പസ് വെച്ച് ഈ ഡയഗണൽ 4 മെഷർ ചെയ്തിട്ട് ഇതാ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. 4 എവിടെയാണ് വരുന്നത്? ഈ സെൻറ്റർ ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്നും 4 ഡി എന്ന് പറയുന്ന ലൈനിലോട്ട് വരും. അതേപോലെ ഈ സെൻറ്ററിൽ നിന്നും നമുക്ക് 2 എവിടെയാണ് വരുന്നത്? ബി എന്ന് പറയുന്ന ഇങ്ങോട്ട്. സിമിലർലി 1 3 അടുത്ത ഡയഗണൽ നമുക്ക് മെഷർ ചെയ്യാം. 1 3 ഈ സെൻറ്ററിൽ നിന്നും 1 നമുക്ക് മെഷർ ചെയ്യാം. സെൻറ്ററിൽ നിന്നും 1 എങ്ങോട്ടാണ് പോകുന്നത്? എയിലോട്ടാണ്. അപ്പോൾ ഇവിടെ 1 മാർക്ക് ചെയ്യാം. നമുക്ക് 6 കുറച്ചൊന്ന് നീക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിൽ നിന്ന് 1 മെഷർ ചെയ്ത് ഇത് എവിടെ മാർക്ക് ചെയ്യാം? ഇവിടെ നമുക്ക് 1 മാർക്ക് ചെയ്യാം. സിമിലർലി ഇവിടെ നമുക്ക് സെൻറ്ററിൽ നിന്നും 3 മെഷർ ചെയ്ത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 3 എവിടെയാണ്? സിയിലോട്ട് പോകുന്ന ഈ ലൈനിലാണ് 3. ഇവിടെ നമുക്ക് 3 മാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു സ്ക്വയർ ഇപ്പോൾ വരയ്ക്കാം. 1 2 3 4 എന്ന് പറയുന്ന സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ അത് വരയ്ക്കാന്ന് വെച്ചാൽ ഇതിന് പാരലായിട്ട് തന്നെ ആയിരിക്കും. 30 ഡിഗ്രി ലൈനിന് പാരലായിട്ടായിരിക്കും ആ സ്ക്വയറും വരുന്നത്. ഇതിന് പാരലൽ ഇത് 30. ഈ സ്ക്വയർ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പാരലൽ. ഇത് നമ്മൾ 2H പെൻസിൽ വെച്ച് വരയ്ക്കാമല്ലേ. 2H പെൻസിൽ വെച്ച് വരച്ചാൽ മതി. ഡാർക്കൊന്നും ചെയ്ത് കളയരുത് സ്ക്വയറിനെ ഒന്നും. പെൻസില് 1 4 ഇതിന് പാരലായിട്ടായിരിക്കും 2 3. സിമിലർലി അതേപോലെ ഇവിടെ നിന്നുള്ള 30 ഡിഗ്രി നമുക്ക് ഇവിടെ നിന്ന് 30 ഡിഗ്രി മെഷർ ചെയ്യാം. ഈ 30 ഇതിന് ഇതായിരിക്കും ഈ 1 2. സിമിലർലി ഇതിന് പാരലായിട്ടായിരിക്കും 4th. ഓക്കെ, സോ നമുക്ക് ഇതിങ്ങനെ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇനി ചെയ്യാൻ പോകുന്ന 4 പോയിന്റ് മെത്തേഡാണ്, 4 സെൻറ്റർ മെത്തേഡാണ്. ഇപ്പം 4 മിഡ് പോയിന്റ് നമ്മൾ സർക്കിൾ വരയ്ക്കാനാണ് പോകുന്നത്. സർക്കിൾ വരയ്ക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സർക്കിൾ വരയ്ക്കാൻ സാറിന് എന്താണ് ചെയ്യുന്നത്? ഈ സ്ക്വയറിന് അനുസരിച്ച് ഇതിപ്പോൾ എന്താണ്? ഈ സ്ക്വയറിൻ്റെ സൈഡ് 30 ഉള്ള സ്ക്വയറാണ് അല്ലേ? നമ്മുടെ സർക്കിൾ അതിനൊരു സ്ക്വയറിൽ എൻക്ലോസ് ചെയ്തിട്ട് ആ സ്ക്വയർ വരച്ചതാണ്. പിന്നെ ഇതിൻ്റെ മിഡ് പോയിന്റ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എല്ലാത്തിൻ്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. എക്സാക്റ്റ് മിഡ് പോയിന്റ് മാർക്ക് ചെയ്യണേ. കോമ്പസ് വെച്ചിട്ട് 30ൻ്റെ പകുതിയിൽ കറക്റ്റ് മാർക്ക് ചെയ്യണം. സിമിലർലി ഇവിടെയും പകുതിയിൽ 30ൻ്റെ പകുതി, എല്ലാം 30ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓരോ പോയിന്റിന് നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എന്ത് പേര് കൊടുക്കാനാണ്? ABCD PQRS ഒക്കെ ആയി നമുക്ക് ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. U എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. Let this be U, this be V,
ഇത് W, ഇത് X, അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു പേര് കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യാനാണ് നമ്മൾ സാറിന് ചെയ്യുന്നത്? യുവിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ട് ജോയിൻ ചെയ്യും. ഫോഴ്സിൻ്റെ മെത്തേഡാണ്, സർക്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. യുവിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലോട്ട് ജോയിൻ ചെയ്യും. യുവിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലോട്ട് ജോയിൻ ചെയ്യും. ഇത് വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. 2H പെൻസിലൊക്കെ യൂസ് ചെയ്ത് കൺഫ്യൂസ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ 2H പെൻസിൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നുള്ളൂ കേട്ടല്ലോ. 2H പെൻസിൽ വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. ഞാനിപ്പോൾ സൂം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. സൂം ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ല. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ബിയും 3യും രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സിലോട്ട് ജോയിൻ ചെയ്യൽ. ഇപ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ട് ജോയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. വിയും അതേപോലെ ഇവിടെ ബിയിൽ നിന്ന് 3യിലോട്ട്. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു ഇത് മിസ്സിങ് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് ചെയ്യാം നമുക്ക്. വിയിൽ നിന്ന് യുവിൽ നിന്ന് 3യിലോട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്താൽ മതി. യുവിൽ നിന്ന് 3യിലോട്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്യുക. സിമിലർലി അടുത്ത എക്സും ഡബ്ല്യു ഉണ്ട് മിഡ് പോയിന്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ എന്ന് പറയുന്നത് 1 ആണ്. എക്സിനും ഡബ്ല്യുവിനും ഓപ്പോസിറ്റ് കോർണർ 1 ആണ്. അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യുക. വൺ ആണ് ഓപ്പോസിറ്റ് കോർണർ, അതിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഡബ്ല്യുവിലും 1 ആണ്. അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യം. അപ്പോൾ ഇത് കറക്റ്റ് ഒരു സെൻറ്റർ പോയിന്റ് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഡയഗണലായിട്ട് കറക്റ്റ് ഇവിടെ ഈ ഡയഗണൽ വരച്ചിട്ടുണ്ടല്ലോ 4, 2ഉം ഈ ഡയഗണൽ കറക്റ്റ് ഇവിടെ ആയിരിക്കും നമുക്ക് സെൻറ്റർ പോയിന്റ്സ് കിട്ടുന്നത്. ഇത് നമ്മൾ C1 എന്നും ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഈ പോയിന്റിന് C1 എന്ന് കിട്ടും, ഈ പോയിന്റ് നമുക്ക് C2 എന്ന് കിട്ടും. ഓക്കെ, കറക്റ്റ് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളിപ്പോൾ കോൺ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ കോൺ വരയ്ക്കുമ്പോഴും ആദ്യം 2H പെൻസിൽ വെച്ച് തന്നെ വരച്ചാൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാ വിത്ത് C ആസ് സെൻറ്റർ, CX റേഡിയസ്, C ആസ് സെൻറ്റർ, C1 സെൻറ്ററും C1X റേഡിയസും വെച്ച് ഞാൻ ഇങ്ങനെ ഒരു കോമ്പസിൽ വെച്ച് വരച്ചാൽ മതി. ഇത്രയും ഈ ഒരു ആർക്ക് കിട്ടിയത്. C1 സെൻറ്റർ, CX റേഡിയസ്, കോമ്പസ് വെച്ച് ഇത് എങ്ങനെ ഒരു ആർക്ക് കിട്ടിയത്. ഓക്കെ, അത് മറക്കരുത്. കോമ്പസ് വെച്ചാണ് ഈ ഒരു ആർക്ക് കട്ട് ചെയ്യേണ്ടത്. ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കുക. ആദ്യം 2H പെൻസിൽ വെച്ച് കോമ്പസ് വെച്ച് വരച്ചിട്ട് ഫൈനലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് HB വെച്ച് വരയ്ക്കാം. അടുത്ത് C2 ഉണ്ടല്ലോ, C2 സെൻറ്ററായിട്ട് C1W, C2W സോറി, C2 സെൻറ്റർ, C2W റേഡിയസ് ആക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യാം. രണ്ടും ഒന്നാണോ? C2Vയും C2W രണ്ടും ഒരു റേഡിയസ് തന്നെയാണ്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ ആർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ആർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യും. ഇത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് വിത്ത് 1 ആസ് സെൻറ്റർ, 1 സെൻറ്റർ ആക്കി വെച്ചിട്ട് 1X റേഡിയസ്, 1 സെൻറ്റർ 1X റേഡിയസ് ഒരു ആർക്ക് കട്ട് ചെയ്യാം. 1 സെൻറ്റർ 1X റേഡിയസ് ഒരു ആർക്ക് കട്ട് ചെയ്യുമ്പോൾ വിൽ ഒബ്റ്റെയിൻ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഇത് കിട്ടും. നമുക്ക് കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് കിട്ടും. അതേപോലെ വിത്ത് 3 സെൻറ്റർ, 3 സെൻറ്ററും 3U റേഡിയസ് ആയിട്ടും വെച്ച് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സർക്കിൾ എന്തായിട്ടാണ് കാണുന്നത്? ഹെലിപ്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഇനി ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്യണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് ആ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പോയിന്റ്, ഈ പോയിന്റാണ് നമ്മുടെ എൻഡ് ജനറേറ്റേഴ്സിന് വേണ്ടിയുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഡയഗണലുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ സർക്കിളിൻ്റെ ഈ രണ്ട് പോയിന്റാണ് എൻഡ് ജനറേറ്റർ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, സോ നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞു. കോണിൻ്റെ സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇവിടെ നിന്ന് കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്? 60 ആണ്. 60 ആണ് കോണിൻ്റെ ഹൈറ്റ്. അപ്പോൾ എക്സാക്ട് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ വെച്ചിട്ട് സ്കെയിൽ എടുത്തു. ഇതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഡ്രോ എ ലൈൻ 60 mm ഉള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു ഇത് നമ്മൾ വരയ്ക്കും. അതും 2H പെൻസിൽ വരച്ചാൽ മതി. ഇവിടെ നിന്ന് ഈ സെൻറ്റർ തൊട്ട് 60 ആണ്. സെൻറ്റർ തൊട്ട് ഈ പോയിന്റ് കറക്റ്റ് മിഡ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ തൊട്ട് 60 ആണ്. ഓർക്കുക, അങ്ങനെ നമ്മൾ വരയ്ക്കുന്നു 60. ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കുകയാണ്. നമ്മളത് ഇങ്ങോട്ട് വരച്ചു, ഒരു ആക്സിസ് നമ്മൾ വരച്ചു.
ഓക്കെ, അപ്പോൾ ഇത് 60 ആണ് ഈ ഹൈറ്റ്, ഓർക്കുക. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ടോപ്പിൽ നമുക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി ദ പോയിന്റ് O. ഇനി നമുക്ക് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഈ ഹൈറ്റ് 60 ആണ്, മറക്കരുത്. എവിടെ തൊട്ടാണ് 60? ഇത് ഇവിടെ തൊട്ട്, ഇത് തൊട്ടാണ്, ഈ സെൻറ്റർ തൊട്ടാണ് 60. ഈ ഒരു സെൻറ്റർ ഇവിടെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയഗണൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയാൽ, ജസ്റ്റ് ഈ ഡയഗണൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുകയാണ്, സ്ട്രൈറ്റ് ലൈൻ വെച്ച് ഡയഗണൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയഗണൽ തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 60. അത് മറക്കരുത്, അത് മാർക്ക് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 60. ഓക്കെ, ഇത് 60. അതേപോലെ ഈ ഡിസ്റ്റൻസ് എന്താണ്? ക്യൂബിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടം വരെയാണ്. ക്യൂബിന്റെ ഡിസ്റ്റൻസ് ഇത് ഇവിടം വരെ. ദിസ് വിൽ ബി ഹൗ മച്ച്? ക്യൂബിന്റെ ഡിസ്റ്റൻസ് ഇതും മാർക്ക് ചെയ്യണം. ഇത് നമുക്ക് 50യും അതേപോലെ ക്യൂബിന്റെ ഡയമെൻഷൻ 50യും ഈ ഡയമെൻഷൻ ഈ കോണിന്റെ ഹൈറ്റ് 60യുമാണ്. ഓക്കെ, മറക്കരുത്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഡാർക്കൺ ചെയ്യാം. ഏതൊക്കെ വിസിബിൾ ആയിരിക്കും, ഏതൊക്കെ ഹിഡൻ ആയിരിക്കും നമുക്ക് നോക്കാം. ഇനി നമുക്ക് കോണിന്റെ എൻ ജനറേറ്റർ O തൊട്ട് എൻ ജനറേറ്റർ ആ പോയിന്റ് വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. O തൊട്ട് O എന്നുള്ള പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ, Oയിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ നമുക്കിപ്പോൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ വരയ്ക്കുന്നത് നമ്മൾ ഏത് പെൻസിൽ വെച്ചാണ് വരയ്ക്കാൻ പോകുന്നത്? ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന HB പെൻസിൽ അല്ലെങ്കിൽ H. ഡാർക്കായിട്ട് തന്നെ വരയ്ക്കാം, നല്ല ഡാർക്ക് ആൻഡ് വിസിബിൾ ആയിട്ട് നമുക്കിപ്പോൾ വരയ്ക്കാം. ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടം വരെ. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് തൊട്ട് ഇവിടം വരെ. ഇതാണ് എൻ ജനറേറ്റർ പോയിന്റ് ആണ്. കോണിന്റെ എൻ ജനറേറ്റർ ഇവിടെ അല്ലേ? ഇതാണ് നമ്മുടെ എൻ ജനറേറ്റർ. ഇനി എന്ത് ചെയ്യും? ഇവിടം തൊട്ട് ഇതെങ്ങനെ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്രയും ഡാർക്കൺ ചെയ്യും. ഇത് നിങ്ങൾ കോമ്പസ് വെച്ച് തന്നെ വരച്ചാൽ മതി. ഈ എലിപ്സിനെ വരയ്ക്കുമ്പം ഡാർക്കായിട്ട് വരയ്ക്കുന്നതല്ല, അത് HB പെൻസിൽ, കോമ്പസ് HB പെൻസിലിൽ അറ്റാച്ച് ചെയ്തിട്ട് വരച്ചാൽ മതി. കോമ്പസ് കൊണ്ടുപോയി HB പെൻസിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വരച്ചാൽ മതി. ഓരോ ആർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചാൽ മതി. കോമ്പസ് HB പെൻസിലിൽ അറ്റാച്ച് ചെയ്തിട്ട് വരയ്ക്കണം ഡാർക്കായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോമ്പസിൽ HB പെൻസിൽ തന്നെ വരച്ചിരുന്നാൽ മതി. പക്ഷെ ആദ്യത്തെ സർക്കിൾ വരയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് വരച്ചിട്ട് നമ്മൾ പിന്നെ ഡാർക്കൻ ചെയ്യാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇത് എന്തായിരിക്കും? ദിസ് വിൽ ബി ഹിഡൻ. നമ്മൾ അതിനെ ഡോട്ടർ ലൈനിൽ കാണിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആദ്യം വരച്ച പോലെ ലൈറ്റായിട്ട് അങ്ങ് വിട്ടിരുന്നാലും മതി. ആണെങ്കിൽ ഡോട്ടർ ലൈനിൽ കാണിക്കാം. ഡോട്ടർ ലൈനിൽ കാണിക്കുന്നതാണ് കറക്റ്റ്. പക്ഷെ അങ്ങനെ ഡോട്ടർ ലൈനിൽ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഏതൊക്കെയായിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. കാണാൻ പറ്റുന്ന ഏതെന്ന് നോക്കാം. അതിനെ നമുക്ക് ഡാർക്കൻ ചെയ്യാം. നമ്മൾ കറുപ്പിൽ 2H പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് വിസിബിൾ ഫേസസ് ആയിരിക്കും. ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും, ദെൻ ഇത് വിസിബിൾ ആയിരിക്കും. നെക്സ്റ്റ് ബാക്കി ഫേസസ് ഒക്കെ നമുക്ക് വിസിബിൾ ആയിരിക്കും എന്ന് നോക്കിയാൽ 30 ഡിഗ്രി ലൈൻ ആയിരുന്നല്ലോ. ഇത് വിസിബിൾ ആയിരിക്കും, ഇത് ഡാർക്കൻ ചെയ്യാം. ഇത് വിസിബിൾ ആയിരിക്കും, ഫ്രണ്ടിലുള്ളതൊക്കെ വിസിബിൾ ആയിരിക്കും. ഇത് ഡാർക്കൻ ചെയ്തോളുക. നെക്സ്റ്റ് ഇത് എങ്ങനെയായിരിക്കും? ഇത് വിസിബിൾ ആയിരിക്കും, ഹിഡൻ ആയിരിക്കും? അതിനുമ്പേ നമുക്ക് ടോപ്പ് തീർത്ത് വരാം. ഇതെന്തായിരിക്കും? ഇത് വിസിബിൾ ആയിരിക്കും, പക്ഷെ എവിടം വരെ? ഇതാ കോൺ ഇരിക്കുന്ന ഇത്രയും ദൂരം വിസിബിൾ ആയിരിക്കുള്ളൂ. അതിനുശേഷം എന്തായിരിക്കും? വിൽ ബി ഹിഡൻ. അതിനുശേഷം നമുക്കത് ഹിഡൻ ആയിരിക്കും. നിങ്ങളതിനെ ഡോട്ടർ ലൈനായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നേരത്തെ വിട്ടുന്ന പോലെ അങ്ങനെ വിട്ടാലും കുഴപ്പമില്ല. 2H പെൻസിലുള്ള ലൈനിൽ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഡോട്ടർ ലൈനിൽ കാണിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ഫേസ് തന്നെ നോക്കാം. താഴെ നോക്കിയാൽ ഇതെന്തായിരിക്കും? ഇത് ബാക്കിലുള്ള ഫേസ് ആണ്. സോ ഇത് തീർച്ചയായിട്ടും ഹിഡൻ ആയിരിക്കും. ഇത് നമുക്ക് ഡോട്ടർ ലൈനിൽ കാണിക്കാം. എന്തുകൊണ്ട് ഡോട്ടർ ലൈനിൽ കാണിക്കുന്നത്? ഹിഡൻ എന്നുള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് 30 ഡിഗ്രി ഇങ്ങോട്ട് 30 ഡിഗ്രി തിരിക്കാം സ്കെയിലിൽ. എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് നോക്കാം. സോ നിങ്ങൾ സൈഡ് ബൈ സൈഡായിട്ട് ചെയ്ത് വന്നാൽ മതി. ഞാനിപ്പോൾ എൻ്റെ സ്കെയിൽ 30 ഡിഗ്രി വെച്ച് തിരിക്കാൻ ഓരോ പ്രാവശ്യം
റൊട്ടേറ്റ് ചെയ്യുന്ന പാടാണ്, അതാണ് ഞാൻ ഓരോ സൈഡായിട്ട് ചെയ്യുന്നത്. ഇത് നോക്കാം, ഇത് നമുക്ക് എന്താണ് ഇപ്പോൾ, ഇത് നമുക്ക് ഫുള്ളി വിസിബിൾ ആയിരിക്കും. അതേപോലെ ഇതും ഫുള്ളി വിസിബിൾ ആയിരിക്കും, ടോപ്പ് ഫേസ് ഫുള്ളി വിസിബിൾ ആയിരിക്കും, ഇവിടെ ഒന്നും മറക്കുന്നില്ല. നെക്സ്റ്റ് ഇത് വിസിബിൾ ആയിരിക്കുമോ? ഈ ഒരു ഫേസ് DC ഇത് വിസിബിൾ ആയിരിക്കും. എവിടം വരെ? കോണുള്ളത് വരെ വിസിബിൾ ആയിരിക്കും. കോണുള്ള ഈ ദൂരം വരെ വിസിബിൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ബാക്കിയുള്ള നമ്മൾ നേരത്തെ കണ്ട പോലെ ദിസ് തിങ്സ് വിൽ ബി ഡോട്ടഡ്, ഹിഡൻ ആയിരിക്കും. നമുക്ക് ഡോട്ടഡ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യും, ഡോട്ടഡ് ആയിരിക്കും. അതേപോലെ ബോട്ടമിൽ ഇതാ ഇവിടെ ഒരു ഇതുണ്ട് S, സോ ദിസ് വിൽ ബി ഹിഡൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഡോട്ടഡ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യാം, SR. അതേപോലെ ബാക്കിൽ ഒരു ഫേസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഡോട്ടഡ് ലൈനിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻ ജസ്റ്റ് സിംപ്ലി ലീവ് ഇറ്റ്. ഏതാണ്? R തൊട്ട് C വരെ ഉള്ള ലൈനെ, ബാക്കിലുള്ളത് ക്യൂബിൻ്റെ, നമുക്ക് അതും കൂടെ വേണമെങ്കിൽ ചെയ്യാം. സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ബാക്കിലുള്ള ഫേസ് ഇത് വിട്ട, അങ്ങനെ ജസ്റ്റ് അങ്ങ് വിട്ടിരുന്നാലും മതി, ലീവ് ചെയ്തിരുന്നാലും മതി, കുഴപ്പമില്ല. ഡോട്ടഡ് ലൈനിൽ ചെയ്താലും ഇല്ലെങ്കിലും അത് വലിയ കുഴപ്പമില്ല, കാരണം അത് നമ്മൾ ഫ്രണ്ട് ഫേസ് എല്ലാം ഡാർക്കൻ ചെയ്യാൻ ഓർക്കുക. സോ ഇതാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാം നമ്മൾ വരച്ചു. നമുക്ക് ഐസോമെട്രിക് ഇപ്പോൾ വരയ്ക്കാൻ പറ്റും. ഇതാ അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ എടുത്ത് വരച്ചു. സോ ദിസ് ഇസ് ആക്ച്വലി ദ ഐസോമെട്രിക് ഡ്രോയിങ്. ആദ്യം വരയ്ക്കേണ്ടത് ഓർത്തോഗ്രാഫിക്ക് വരച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഐസോമെട്രിക്കിലോട്ട് പോയിട്ടത്. ഇത് ഓർത്ത് വെച്ചേക്കുക, ഇത് മറക്കരുത്, ഈ ഒരു പ്രോബ്ലം മറക്കരുത്, ഇങ്ങനെ തന്നെ ഇത് ചെയ്യണം. ഓക്കെ, ഇത് മറക്കരുത് ഈ ഒരു കാര്യം. താങ്ക് യു.